രാവിലത്തെ അശ്ലീല ആംഗ്യം കാട്ടലിലൂടെ സിബിന്റെ കയ്യിൽ നിന്ന് ഇപ്പൊ എല്ലാം പോയി നിൽക്കുകയാണ്. അപ്പൊ സിബിനും സായിയും ജിൻഡോയും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന രംഗം നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സായി സിബിനോട് പറയുന്നുണ്ട്, ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ചിലപ്പോൾ നിനക്ക് താക്കീത് കിട്ടാനും അതുപോലെ തന്നെ യെല്ലോ കാർഡ് കിട്ടാനും ചാൻസ് ഉണ്ടെന്ന്. ഇത് കേട്ട ഉടൻ സിബിന്റെ കിളി പോയി. ഇത് ഇത്രയും വലിയ ഇഷ്യൂ ആയി, യെല്ലോ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ അത് കൂടുതൽ രൂക്ഷമാകും. ഇതോർത്ത് സിബിൻ ശരിക്കും ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിൻഡോയോടും സായിയോടും പറയുന്നു, നമുക്ക് ഇനി ഇവിടെ ഈ കാര്യം ചർച്ച ചെയ്യണ്ട, ഇതങ്ങ് വിട്ടേക്കാം, ഇനി എന്താ വരുന്നതെന്ന് വെച്ചാല് നോക്കാം എന്നുള്ള രീതിയിൽ സിബിൻ പറയുന്നു. ഇനി ഇത് ചർച്ച ചെയ്യുന്തോറും ഇത് വീണ്ടും വീണ്ടും വഷളായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ടോപ്പിക് ഇനി നമുക്ക് ഇവിടെ ചർച്ച ചെയ്യണ്ട, ലാലേട്ടൻ വരുമ്പം എന്താണ് സംസാരിക്കുന്നത് എന്ന് നോക്കാം എന്ന് പറഞ്ഞ് അത് വിടുന്നു. അതിനുശേഷം കുറച്ചു കഴിഞ്ഞ് പവർ റൂമിന്റെ അകത്ത് സിബിൻ ഇരിക്കുകയായിരുന്നു. സിബിനെ പോയി ജിൻഡോ വിളിക്കുന്നുണ്ട്. എന്താണെന്ന് സിബിൻ വന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നു, വീണ്ടും സായി ഈ വിഷയം ചർച്ചയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നോറയും അഭിഷേകിനെയും വിളിച്ച് സായി വീണ്ടും ഈ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ മൂന്നുപേരും സംസാരിച്ചപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയതല്ലേ, ഇതിവിടെ നിർത്താം, ഇനി ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടെന്ന്. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ സമ്മതിച്ചിട്ട് ഇപ്പൊ വീണ്ടും മറ്റു പലരോടും ഈ കാര്യം സായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ നിനക്കെതിരെ ഇക്കാര്യം സായി ഉറപ്പായിട്ടും ഉപയോഗിച്ചേക്കാം എന്നൊരു സംശയം കൂടി ജിൻഡോ പറയുന്നുണ്ട്. നിന്നെ ഞാനൊരു നല്ല ഫ്രണ്ടായിട്ട് കാണുന്നതുകൊണ്ടാണ് ഇക്കാര്യം വന്ന് പറയുന്നതെന്നും ജിൻഡോ പറയുന്നു. ജിൻഡോ ഈ കാര്യം വന്ന് പറയുമ്പോൾ തന്നെ വീണ്ടും ഷോക്ക് ആകുകയാണ് സിബിൻ. കാരണം ആ വീട്ടിൽ ഇപ്പോ സിബിൻ വിശ്വസിക്കുന്നതിൽ ഒരാളാണ് സായി. എന്നാൽ സായി തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി കാണിക്കുമെന്ന് സിബിൻ വിചാരിക്കുന്നില്ല. അപ്പോ 6 പേരില് ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് തന്നെ പറയാം സിബിനെ കുറിച്ച്. എന്നാൽ സായി ഒരു സൈലന്റ് ആയിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. പുറത്തുള്ളൊരു സായിയെ അല്ല നമുക്ക് അകത്ത് കാണാൻ സാധിക്കുന്നത്. തന്നേക്കാൾ കൂടുതൽ അപ്രിസിയേഷൻ സിബിന് കിട്ടുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സായി ഇങ്ങനെ ഒരു കളി കളിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.